ഗണേഷ് കുമാർ വിവാദത്തിൽ വ്യക്തിപരമായ ആക്ഷേപങ്ങളിലേക്ക് കടക്കുന്നില്ലെന്ന് ചാണ്ടി ഉമ്മൻ എം.എൽ.എ. ഗണേഷിന്റേത് സ്വകാര്യ വിഷയമാണ്. എന്നാൽ മുഖ്യമന്ത്രിയും CPIയും നിലപാട് വ്യക്തമാക്കണം. സോളാർ കേസ് വന്നപ്പോൾ പിണറായി വിജയനും പാർട്ടിയും സ്വീകരിച്ച നിലപാട് ഓർമ്മയുണ്ട്. സദാചാര പോലീസിംഗ് നടത്തിയ പാർട്ടിയാണ് CPIM എന്നും ചാണ്ടി ഉമ്മൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ചാണ്ടി ഉമ്മൻ എം.എൽ.എ. നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ ഗണേശിന്റെ വിഷയം സജീവമായി ചർച്ച ചെയ്യുന്ന സമയമാണ്. എന്താണ് പ്രതികരണം? അല്ല, അത് എന്നോട് പ്രതികരണം ചോദിക്കേണ്ട കാര്യമില്ല. എനിക്ക് വലിയ പ്രതികരണം അക്കാര്യത്തിലില്ല. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അത് സ്വകാര്യ വിഷയമാണെന്നുള്ള നിലപാടാണോ? തീർച്ചയായിട്ടും അതൊരു സ്വകാര്യ വിഷയം തന്നെയാണ്. അത് സ്വകാര്യ വിഷയത്തിൽ പക്ഷേ ചിലർ നിലപാട് അറിയാൻ താല്പര്യമുണ്ട്. അത് CPM-ൻ്റെയാണ്, അത് മുഖ്യമന്ത്രിയുടെയാണ്, അത് പോലീസിൻ്റെയാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ കാണിച്ചതാണെങ്കിലും സോളാർ സമയത്ത് കാണിച്ചാണെങ്കിലും ആ ആവേശം ഇപ്പോൾ കാണുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. അതായത് നേരത്തെ ഈ വിഷയങ്ങൾ ഉണ്ടായപ്പോൾ അടുത്ത നിലപാടിന് സമീപമായിട്ടുള്ളൊരു നിലപാട് ഇപ്പോൾ സ്വീകരിക്കുന്നില്ലെന്നാണോ പറയുന്നത്? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എന്തൊക്കെ കഥകളുണ്ടാക്കി സോളാർ സമയത്ത് ഞാൻ മറന്നിട്ടില്ല, ഞങ്ങൾക്ക് മറക്കാൻ പറ്റത്തില്ല. എൻ്റെ ഫാദർ ട്രെയിനിൽ യാത്ര ചെയ്യുമെന്ന് പറഞ്ഞ് ഇവിടെ എന്തുമാത്രം കഥകൾ ഒരു പത്രം തന്നെ തുടങ്ങി അതിനു വേണ്ടി ഈ ചിലർ, ഈ പറയുന്ന മോറൽ പോലീസ്. ഇന്ന് മിണ്ടാട്ടം മുട്ടിയോ? അതേ ചോദിക്കണം. ഈ സോളാർ സമരകാലത്ത് ഉണ്ടായിരുന്ന നിരവധിയായിട്ടുള്ള പ്രചരണങ്ങൾ, സമരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ വിഷയങ്ങൾ ഇപ്പോൾ ഉയർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുകയാണോ? കാരണം ആ ചോദ്യങ്ങളായത് CPM-ന്റെ മുന്നിലേക്ക്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു CBI റിപ്പോർട്ട് വന്നു. ആ CBI റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ മടിക്കുന്നത് എന്താ? ഈ ഇലക്ഷൻ കാലത്ത് CBI റിപ്പോർട്ട് ജനങ്ങൾ അറിയട്ടെ. നിങ്ങൾ മാധ്യമങ്ങൾ അതും കൂടി ചർച്ച ചെയ്യണം. എന്താണ് CBI പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഉൾപ്പെടെ ചർച്ച ചെയ്യണം. ഇവിടെ സോളാർ സമയത്ത് എന്തൊക്കെ കഥകളുണ്ടാക്കി. ഞാൻ ആ പഴയതിലേക്ക് പോകുന്നതല്ല, പക്ഷെ പോയാൽ ദേശാഭിമാനി തുറക്കാൻ പറ്റാത്ത അത്രയും വൃത്തികൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ സമീപകാലത്ത് ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് താങ്കൾ ചില പരാമർശങ്ങൾ നടത്തുകയും അതിന് ഗണേഷ് തന്നെ മറുപടി പറയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഞാനെന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞെന്താ? ഗണേഷ് കുമാറിൽ നിന്ന് പ്രതീക്ഷിച്ചതല്ലാതെ ഞാൻ പറഞ്ഞു. അതിലപ്പുറം എന്തെങ്കിലും നിങ്ങളൊന്ന് കാണിച്ചു തരൂ. ബാലകൃഷ്ണപിള്ള സാറിൻ്റെ മകനും അതുപോലെ തന്നെ പ്രിയപ്പെട്ട ആൻറ്റി, ഞങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു ഫാമിലി ഫ്രണ്ടായിരുന്നു ഇവരെല്ലാം. ആ സാറിൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ ഇങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷയില്ല എന്നല്ലേ ഞാൻ പറഞ്ഞു. അതിൻ്റെ അപ്പുറം ഞാൻ എന്ത് പറഞ്ഞു? വ്യക്തിപരമായി താങ്കൾക്ക് ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന നിലയ്ക്ക് ഈ സോളാർ സമര കാലവുമായി ബന്ധപ്പെട്ട് ഗണേശിന്റെ നിലപാട് എന്തായിരുന്നു എന്ന് താങ്കൾ മനസ്സിലാക്കുന്നത്? എപ്പോഴും വീട്ടിൽ അങ്ങനെ ഒരു ചർച്ചയുണ്ട്? ഇല്ല, എൻ്റെ ഫാദർ ഒരിക്കലും അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടില്ല. ഞാനും പറയാൻ ആഗ്രഹിക്കുന്നത്, കാരണം എനിക്കറിയില്ല. ഞാൻ ഒരു ഊഹാബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരെയും ജഡ്ജ് ചെയ്യുന്നില്ല. ഗണേശിനെയും ഞങ്ങൾ ജഡ്ജ് ചെയ്യുന്നില്ല. കാരണം നമുക്കറിയില്ല. അത് കോടതി തെളിയിക്കട്ടെ, സത്യം തെളിയിക്കട്ടെ, നിയമം തെളിയിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയൂ. ഈ വിഷയം യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ ടേക്കപ്പ് ചെയ്ത് കഴിഞ്ഞു. പരാതി ഉൾപ്പെടെയായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ് 112 വിളിച്ച പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് പോലീസിനോട് ഉൾപ്പെടെ ആവശ്യം. ഞാൻ ചോദിക്കട്ടെ, 2013 മുഖ്യമന്ത്രിയുടെ സമീപനവും നമ്മുടെ മുഖ്യമന്ത്രിയുടെ സമീപനവും നോക്കിയേ. അദ്ദേഹം രാജി ചോദിച്ചു മേടിച്ചില്ലേ? ഇപ്പോൾ മുഖ്യമന്ത്രി എന്തായി സമീപനമെന്ന് മുഖ്യമന്ത്രി സ്വന്തം മനസാക്ഷിയോട് ചോദിക്കട്ടെ. ഞാൻ പറയുന്നില്ല, ഞാൻ പറയത്തുമില്ല. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല. പക്ഷെ മുഖ്യമന്ത്രി സ്വയം മാനദണ്ഡം എന്താണെന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ. ഏതാണെങ്കിലും ഇതൊരു സ്വകാര്യ വിഷയമാണെന്ന് പറയുമ്പോഴും സോളാർ സമര കാലത്ത് ഉൾപ്പെടെ CPM എടുത്ത നിലപാടാണോ ഇപ്പോൾ സ്വീകരിക്കുന്നതെന്നും ആ നിലപാട് CPM വ്യക്തമാക്കണമെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. ക്യാമറമാൻ ശ്രീകുമാറിനൊപ്പം അജിത് ബാബു, ന്യൂസ് മലയാളം.